നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിനായക ചതുർത്ഥിയാണല്ലോ. ഗണപതിയുടെ ജനനം ആഘോഷിക്കുന്ന ഗണേശോത്സവം. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനമായിട്ട് നാം കണക്കാക്കാറ്. നമ്മൾ മലയാളികൾ ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ് ഗണേശ ചതുർത്ഥിയായിട്ട് ആഘോഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലും കേരളത്തിലും ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥി ദിവസങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. എങ്ങനെയൊക്കെയായാലും ഭാരതത്തിലെ വളരെ പ്രാധാന്യവും പ്രശസ്തിയുമുള്ള ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ വിനായക ചതുർത്ഥി. മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് ഇത് അതിവിപുലമായിട്ട് ആഘോഷിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. ഇത് 17-ാം നൂറ്റാണ്ടിലെ മറാഠ സാമ്രാജ്യത്തിൽ നിന്നാണ് ഈ ആഘോഷത്തിൻ്റെ ഉത്ഭവം എന്നാണ് വിശ്വസിക്കുന്നത്. ഛത്രപതി ശിവജി പ്രജകൾക്കിടയിലുള്ള ആ ദേശസ്നേഹവും ഐക്യവും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് 17-ാം നൂറ്റാണ്ടിലാണത്രേ ഈ ഗണേശോത്സവം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നും മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഡൽഹി, പഞ്ചാബ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലൊക്കെ വിപുലമായിട്ട് ഈ വിനായക ചതുർത്ഥി ആഘോഷിച്ചു വരാറുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലേതുപോലുള്ള ആചാരങ്ങളൊക്കെ കേരളത്തിലും ആകുന്നുണ്ട് എന്ന് തോന്നുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചതുർത്ഥി തിഥി മുതൽ ചതുർദശി തിഥി വരെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് ആഘോഷിക്കാറ്. നമ്മൾ ഇവിടെ വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞ് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നു കേരളത്തിൽ. ആ ദിവസം അവരുടെ ആ ആഘോഷം ആരംഭിക്കുകയാണ്. ആ വിനായക ചതുർത്ഥി ദിവസം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹം വീട്ടിലേക്ക് ആർഭാടത്തോടുകൂടി കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ഈ ഗണേശ ഭഗവാനെ തങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഏറ്റവും പ്രിയപ്പെട്ട അതിഥി അല്ലെങ്കിൽ ബന്ധുവായിട്ടാണ് ഇവർ കരുതുന്നത്. ഈ ചതുർത്ഥി തുടങ്ങി ചതുർദശി വരെയുള്ള ദിവസങ്ങളിൽ ഗണപതി ഭഗവാന്റെ ഇഷ്ടഭോജ്യങ്ങൾ നേദിച്ച് 3 നേരം ദീപധൂപ ആരതിയോടെ പൂജിക്കുന്നു. ഈ ഉത്സവ വേളയിൽ ആ പ്രദേശമാകെ ഗണപതി ബപ്പ മോരിയ എന്ന വിളി കൊണ്ട് മുഖരിതമായിരിക്കും. 10 ദിവസത്തെ പൂജ കഴിഞ്ഞ് 11-ാം നാൾ ചതുർദശി തിഥിയിൽ തൻ്റെ വീട്ടിൽ ഇത്ര ദിവസം താമസിച്ച് ആ പ്രിയപ്പെട്ട ബന്ധുവിനോട് വിട പറയുന്ന വിഷമത്തോടെയാണ് ഗണേശ വിസർജൻ എന്ന ആ ചടങ്ങ്, അതായത് ഗണപതി വിഗ്രഹം പുഴയിലോ കടലിലോ നിമജ്ജനം ചെയ്യുന്നത്. ഈ ഗണേശോത്സവത്തിൻ്റെ ഐതിഹ്യ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. പാർവതീദേവി ചന്ദനം കൊണ്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കി ജീവൻ കൊടുത്തു. അതാണ് ഗണപതി എന്നും ഗണപതിയെ കാവൽ നിൽക്കാൻ ഏൽപ്പിച്ച് കുളിക്കാനായി ആരംഭിച്ചു. ആ സമയത്ത് പരമശിവൻ അവിടേക്ക് വരികയും ഗണപതി ഭഗവാൻ പരമേശ്വരനോട് പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും അകത്തേക്ക് കടത്തിവിടരുത് എന്നും എനിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നും മഹാദേവൻ മറുപടി പറയുകയും എന്തൊക്കെയായാലും ഗണപതി ഭഗവാൻ പരമശിവനെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ മഹാദേവന് ക്രോധം വരികയും തൻ്റെ ശൂലത്താൽ ഗണേശ ഭഗവാന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. തൻ്റെ പുത്രൻ്റെ ഈ സ്ഥിതി കണ്ട പാർവതീദേവി ഏറ്റവും ദുഃഖിക്കുകയും ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമാറുള്ള ക്രോധത്തോടുകൂടി ദുർഗാരൂപത്തെ സ്വീകരിക്കുകയും ചെയ്തു. ഇത് കണ്ട് മറ്റു ദേവന്മാർ പരമശിവനോട് പാർവതീദേവിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു മാർഗം തേടണം എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ തൻ്റെ ഭൂതഗണങ്ങളോട് പോയി വടക്കോട്ട് തല വെച്ച് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തല അറുത്ത് കൊണ്ടുവരാൻ പറയുകയാണ്. അങ്ങനെ ഭൂതഗണങ്ങൾ പോകുമ്പോൾ ഒരു ആനക്കുട്ടി വടക്കോട്ട് തലയും വെച്ച് കിടക്കുന്നത് കണ്ടു. ആ തലയറുത്ത് കൊണ്ടുവരികയും അത് ഈ കുട്ടിയുടെ കഴുത്തിൽ സ്ഥാപിച്ച്
ജീവൻ കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണത്രേ പാർവതി ദേവിയുടെ ആ ക്രോധത്തെ ശമിപ്പിച്ചത്. ഇങ്ങനെ ഈ ഗജമുഖവധനായി ഉണ്ടായ ആ ദിവസത്തെയാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് എന്നൊരു കഥ. പിന്നെ ഈ അടുത്ത് ഞാൻ വേറൊരു കഥ കേട്ടപ്പോൾ എനിക്കൊരു പുതിയ കഥയായിട്ട് തോന്നി. ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടി ഒന്ന് ഈ കഥ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ആരെങ്കിലും മുൻപ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കഥയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, കാർത്തികേയൻ ജ്യേഷ്ഠനാണ്, കാർത്തികേയനുണ്ട്. അത് ശിവ തേജസ്സിൽ നിന്ന് മാത്രം ഉണ്ടായതാണ്. അപ്പൊ പാർവതി ദേവി പറയാണ്, എനിക്കും ഒരു മകൻ വേണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, മഹാവിഷ്ണുവിനെ തപസ് ചെയ്താൽ മതി എന്ന് പറയാണ്. അത് അതികഠിനമായ തപസ്സാണ്, അത് ചെയ്താൽ നിനക്ക് പുത്രപ്രാപ്തി ഉണ്ടാകും എന്ന് പറയാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, അത്രയും നാരദാദികളും മറ്റു ദേവന്മാരൊക്കെ പറയുന്നുണ്ട്, ആ കഠിനമായ തപസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം. അത്രയും കഠിനമായ തപസ്സാണ്. എന്തായാലും പാർവതി ദേവി ആ തപസ് പൂർത്തീകരിച്ചു. പാർവതി ദേവി മഹാദേവനെ ലഭിക്കാനായിട്ട് കഠിനമായ തപസ് അനുഷ്ഠിച്ച് ശീലമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ പുത്രപ്രാപ്തിക്ക് വേണ്ടി ആ അതികഠിനമായ തപസ് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ മഹാവിഷ്ണു പ്രത്യക്ഷമായി എന്താ വെച്ചാൽ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് അങ്ങയെപ്പോലെ ഒരു പുത്രനെ വേണം എന്ന് പറയാണ്. അപ്പം മഹാവിഷ്ണു വിചാരിക്കും, എന്നെപ്പോലെ ഒരു മകനെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ? അപ്പം ഞാൻ തന്നെ ജനിക്കാം എന്ന് പറയാണ്. ഞാൻ തന്നെ പാർവതി ദേവിയുടെ മകനായിട്ട് ജനിക്കാം എന്ന് പറഞ്ഞ് ഗണേശ രൂപത്തിൽ ജനിച്ചു എന്നാണ് പറയുന്നത്. ആ സുന്ദരനായിട്ടുള്ള പാർവതി ദേവിയുടെ മകനെ കാണാൻ എല്ലാവരും, ദേവന്മാരും മഹർഷിമാരും ഗന്ധർവന്മാരും അപ്സരസുകളും എല്ലാവരും വന്നു. അപ്പോൾ ശനിദേവൻ മാത്രം വന്നില്ല. അപ്പോൾ പാർവതി ദേവി ചോദിക്കുകയാണ്, എന്താണ് ശനി ഭഗവാൻ മാത്രം എൻ്റെ ഈ കുട്ടിയെ കാണാൻ വരാഞ്ഞത് എന്ന് മഹേശ്വരനോട് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയും, അറിയില്ല, നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശനി ഭഗവാനോട് വരാൻ പറയാണ്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് ഒരു സന്ദേശം കൊടുത്തയച്ചു, ഞാൻ വേറൊന്നും കൊണ്ടല്ല വരാത്തത്, എൻ്റെ ആ ദൃഷ്ടി പതിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും, ആ കുട്ടിക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കുട്ടിയെ കാണാൻ വരാഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ പാർവതി ദേവി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, വന്ന് അനുഗ്രഹിക്കൂ കുട്ടിയെ കണ്ടിട്ട് എന്ന് പറഞ്ഞു. അത്രയും നിർബന്ധിച്ചപ്പോൾ ശനിദേവൻ വരികയാണ്. വന്നിട്ട് മുഖമുയർത്തില്ല, നോക്കിയില്ല കുട്ടിയുടെ മുഖത്തേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കിയാൽ ആപത്ത് സംഭവിക്കുമെന്ന് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പാർവതി ദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ശനിദേവൻ ആ ബാലനെ നോക്കി. ആ നിമിഷം തന്നെ ബാലന്റെ ശിരസ്സറ്റ് ആ ശിരസ് ഗോലോകത്തേക്ക് പോവുകയാണ്. അത് കണ്ട് പാർവതി ദേവിക്ക് വല്ലാത്ത ദുഃഖാവുകയാണ്. അയ്യോ, ഇനി എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ പരമേശ്വരൻ തന്നെ വിഷ്ണു ഭഗവാനോട് പറയാണ്, എന്താ വെച്ചാൽ ഇതിനൊരു പരിഹാരം ചെയ്തോളൂ, ഒരു തലയുമായിട്ട് വരണം ഇവിടേക്ക് എന്ന് പറയാണ്. അപ്പോൾ വിഷ്ണു ഭഗവാൻ നോക്കിയപ്പോൾ വടക്ക് തലവെച്ച് കിടന്നുറങ്ങുന്ന ഒരു ആനക്കുട്ടിയെ കാണുകയാണ്. ആ ആനക്കുട്ടിയുടെ ശിരസ് ഛേദിച്ചിട്ട് കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ കഴുത്തിൽ വെച്ചിട്ട് പൂജിക്കുകയാണ്. അങ്ങനെ മഹാവിഷ്ണുവാണ് ആദ്യമായിട്ട് ഈ ബാലനെ പൂജിക്കുന്നത്. അതുകൊണ്ടാണത്രേ ഗണപതി ഭഗവാനെ ഏറ്റവും ആദ്യം പൂജിക്കുന്നത്. എല്ലാ ശുഭകാര്യങ്ങൾക്ക് മുൻപും ഗണേശ ഭഗവാനെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കിടയിലുണ്ടല്ലോ. തടസ്സങ്ങൾ നീക്കുന്ന ഒരു ദേവനായിട്ടാണ് നമ്മൾ ഗണപതി ഭഗവാനെ കാണാറ്. പുതിയ ഒരു വീട് വെച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും ഒരു വണ്ടി വാങ്ങിച്ചാലും ഒക്കെ നമ്മൾ ഗണപതി ഭഗവാനെ ആരാധിച്ചിട്ടാണ് ആരംഭിക്കാറ്. അതുപോലെ തന്നെ ഈ വിനായക ചതുർത്ഥി നാളിൽ ചന്ദ്രദർശനം നടത്തിയാൽ ആ ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്കൊരു അപകീർത്തി ഉണ്ടാകും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അത് മൂഷികവാഹനായ ഗണപതി ഒരിക്കൽ മൂഷികന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ മുന്നിൽ ഒരു പാമ്പിനെ കണ്ട് ഭയന്ന് ആ മൂഷികൻ ഒന്ന് പരിഭ്രമിച്ച് ഓടാൻ ശ്രമിച്ചപ്പോൾ അതിന് മുകളിലിരുന്ന ഗണേശ ഭഗവാൻ വീഴുകയും ഇത് കണ്ട് ചന്ദ്രദേവൻ ചിരിക്കുകയും ചെയ്തു അത്രേ. ഇത് കണ്ട് ദേഷ്യം വന്ന ഗണേശ ഭഗവാൻ
ചന്ദ്രനെ ശപിച്ചു എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഈ ദിവസം ചന്ദ്രനെ ദർശിച്ചാൽ അവന് അപകീർത്തിയായിരിക്കും ഫലം എന്നാണ് ശപിച്ചത്. അപ്പോൾ ആരും ചന്ദ്രനെ നോക്കാതെ ആവുമല്ലോ. പിന്നീട് ചന്ദ്രൻ മാപ്പപേക്ഷിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ബുദ്ധിയുടെയും സിദ്ധിയുടെയും ദേവനായിട്ടാണ് ഗണപതി ഭഗവാനെ കണക്കാക്കുന്നത്. ഈ ബുദ്ധിയുടെ ദേവനായതുകൊണ്ടാണല്ലോ വേദവ്യാസ മഹർഷി ഗണപതി ഭഗവാനെ ആ മഹാഭാരതം എഴുതാനായിട്ട് ആശ്രയിച്ചത്. ഭഗവാൻ വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുക്കുകയും ഗണപതി ഭഗവാൻ അത് എഴുതുകയുമാണ് ചെയ്തിരുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഈ കൃഷ്ണകഥകളൊക്കെ തൂലിക കൊണ്ട് എഴുതിയത് ഗണപതി ഭഗവാനാണ്. ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ കഥകൾ എഴുതിയത് എന്ന് വേണം കരുതാൻ. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ